our channel Fabisa. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് ടൈറ്റിലും തംബ്നെയിലും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി കാണും സൺസ്ക്രീനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സൺസ്ക്രീനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് മുന്നേ ആദ്യമായിട്ട് നമുക്ക് എന്തിനാണ് ഈ സൺ പ്രൊട്ടക്ഷൻ വേണ്ടേ എന്നുള്ളത് പറഞ്ഞുതരാം. കാരണം എന്റെ വീഡിയോസിലൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് സ്കിൻ കെയർ വീഡിയോസിലാണെങ്കിൽ ശരി, മേക്കപ്പ് വീഡിയോസിലാണെങ്കിൽ ശരി, ഞാൻ പറയാറുണ്ട് നിങ്ങൾ സൺസ്ക്രീൻ ഇടുക എന്നുള്ളത്. അപ്പൊ അത് എന്തിനാണ് നമുക്ക് ഈ സണ്ണിന്ന് പ്രൊട്ടക്ഷൻ വേണ്ടതെന്ന് ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ നമുക്കറിയാം സൺലൈറ്റിൽ ഹാർംഫുൾ ആയിട്ടുള്ള UV റേസ് ഉണ്ടെന്ന്. ഈ UV റേസ് മെയിൻ ആയിട്ട് രണ്ട് തരമാണ് ഉള്ളത്, UVA and B. ഈ A and B എന്ന് പറയുന്നത് ജസ്റ്റ് നെയിം ചെയ്തിരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ വേവ് ലെങ്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ലോങ്ങർ വേവ് ലെങ്ത് ഉള്ളത് UVAയും ഷോർട്ടർ വേവ് ലെങ്ത് ഉള്ളത് UVBയും ആണ്. ടോട്ടൽ നമ്മുടെ അപ്പൊ ഈ UV റേഡിയേഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ 95% UVA ആണ് വരുന്നത്, ബാക്കി 5% UVBയും. UVA ഞാൻ പറഞ്ഞു ലോങ്ങർ വേവ് ലെങ്ത് ആണെന്ന്. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പോസ് ആവുന്നതും UVA ആണ്. ഇതിന് ലോങ്ങർ വേവ് ലെങ്ത് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് ഡീപ്പർ ആയിട്ട് ഇത് പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അത് കാരണം ടാനിങ് പോലുള്ളത് ഉണ്ടാകുന്നത് ഈ UVA കാരണമാണ്. പ്രിമച്ചർ ഏജിങ്, ഹൈപ്പർ പിഗ്മെന്റേഷൻ, മെലനോമ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ UVA റേഡിയേഷൻ കൊണ്ടാണ്. അതേസമയം UVB എന്ന് പറയുന്നത് ഷോർട്ടർ വേവ് ലെങ്ത് ആണ്. ഇത് നമുക്ക് സ്കിൻ ക്യാൻസർ, സ്കിന്നിൽ റെഡ്നെസ്, പിന്നെ അതുപോലെ സൺബേൺ അതൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് UVB റേഡിയേഷൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ UVA ഫോർ ഏജിങ്, പ്രിമച്ചർ ഏജിങ്, അങ്ങനെ ടാനിങ് അതൊക്കെയാണ് UVAയും. UVB എന്ന് പറയുന്നത് സൺബേൺസും റെഡ്നെസ്സും പിന്നെ അതുപോലെ സ്കിൻ ക്യാൻസേഴ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് UVB റേഡിയേഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇപ്പൊ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും സൺസ്ക്രീൻ നമുക്ക് എന്തുകൊണ്ട് ഉപയോഗിക്കണം എന്നുള്ളതിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ നമുക്ക് ടോട്ടൽ ഈ UV റേസ് കൊണ്ടിട്ട് അല്ലെങ്കിൽ സൺ ഡാമേജസ് കാരണം നമുക്ക് ഉണ്ടാകുന്ന എഫക്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫൈൻ ലൈൻസ് ഉണ്ടാവും, പ്രിമച്ചർ ഏജിങ്, റിങ്കിൾസ് ഒക്കെ നേരത്തെ വരും, ടാനിങ് ഉണ്ടാവും, അതുപോലെ തന്നെ ആക്നീസ് ഉണ്ടല്ലോ, നമ്മുടെ ആക്നീസ് ഒക്കെ വന്നു കഴിഞ്ഞാലും ആ പാട് പോകാൻ കുറെ ടൈം എടുക്കും, ഫെയ്ഡ് ആയിട്ട് പോകാൻ വേണ്ടി. ഡാർക്കർ ആയിട്ട് ചിലപ്പോൾ കൂടുതൽ വരും. നമ്മൾ സൺസ്ക്രീനും ഇടാതെ പിന്നെ പുറത്ത് എക്സ്പോസ്ഡ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി ആ കുരുക്കൾ വന്ന പാടൊക്കെ ഡാർക്കർ ആവത്തേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ അൺഈവൻ സ്കിൻ ടോൺസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് നമുക്ക് കണ്ടിട്ടില്ലേ ടാൻ, ചിലരുടെ നെറ്റിയിൽ ഭയങ്കരമായിട്ട് ടാൻ ആവും. നമ്മുടെ ഫേസിൽ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഏരിയാസിൽ സൺലൈറ്റ് പെട്ടെന്ന് ഫോളോ ചെയ്യും, പ്രത്യേകിച്ച് നെറ്റിയില്ല. അപ്പൊ നമ്മുടെ നെറ്റി പോലുള്ള ഏരിയാസ് ഒക്കെ കൂടുതൽ ടാൻ ആവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ സൺബേൺസ് ഉണ്ടാവും. അതൊക്കെയാണ് നമ്മുടെ ഒരു എഫക്ട്സ്, സൺലൈറ്റ് കാരണം നമുക്ക് ഉണ്ടാകുന്ന ഒരു എഫക്ട്സ് അല്ലെങ്കിൽ ഡാമേജസ് ടു അവർ സ്കിൻ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ വൈ വി ഷുഡ് വെയർ സൺസ്ക്രീൻ എന്നുള്ളത്. ഈ ഹാർംഫുൾ ആയിട്ടുള്ള UV റേസ് നമ്മുടെ സ്കിന്നിൽ എത്താതെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് എങ്ങനെ നമുക്ക് പറ്റിയ ഒരു സൺസ്ക്രീൻ നമുക്ക് ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അതിന് പല കാറ്റഗറീസ് ഉണ്ട്. മെയിൻ ആയിട്ട് 3 ആയിട്ടുള്ള കാറ്റഗറീസ് ആണ്. ടൈപ്പ് ഓഫ് സൺസ്ക്രീൻ വെച്ചിട്ട് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ രീതി, സ്പ്രേ ആണോ, മിസ്റ്റ് ആണോ, അല്ലെങ്കിൽ ക്രീം, ലോഷൻ, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ഇത് വെച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ വെച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ടൈപ്പ് ഓഫ് സൺസ്ക്രീൻസ് എന്നുള്ളത്. അപ്പൊ ആദ്യം ഫിസിക്കൽ ഓർ മിനറൽ സൺസ്ക്രീൻ ഉണ്ട്, കെമിക്കൽ സൺസ്ക്രീൻ ഉണ്ട്, പിന്നെ കോമ്പിനേഷൻ സൺസ്ക്രീൻ ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫിസിക്കൽ സൺസ്ക്രീൻ എന്താണെന്ന് നോക്കാം. ഫിസിക്കൽ സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സൺലൈറ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സണ്ണിൽ വരുന്ന ആ റേസ് അത് റിഫ്ലക്ട് ചെയ്യും, ഈ സൺസ്ക്രീൻ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഫിസിക്കൽ സൺസ്ക്രീൻ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത്. അതുപോലെ ഇതൊരു വൈറ്റ് കാസ്റ്റ് ലീവ് ചെയ്യും നമ്മുടെ സ്കിന്നിന്. ചില സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ കാണാം ഒരു വെള്ള പാട പോലെ നമ്മുടെ മുഖത്തുണ്ടാകും. പ്രത്യേകിച്ച് സ്പോർട്സ് പേഴ്സൺസ് ഒക്കെ കണ്ടിട്ടില്ല, അത്ലറ്റ്സ് ഒക്കെ, ക്രിക്കറ്റേഴ്സ് ഒക്കെ കണ്ടിട്ടില്ല, അവര് ഇട്ട് കഴിയുമ്പോൾ ഒരു വൈറ്റ് കാസ്റ്റ്, തിക്ക് വൈറ്റ് കാസ്റ്റ് ഫോം ചെയ്യുന്ന അത് ഈ ഫിസിക്കൽ സൺസ്ക്രീൻ ഇടുന്നതാണ് അവര്. അപ്പൊ എനിക്ക് തോന്നുന്നത് സ്പോർട്സ് പേഴ്സണിൽ കൂടുതലും അല്ലെങ്കിൽ അങ്ങനെയുള്ള അത്ലറ്റ്സുകളൊക്കെ കൂടുതലും ഫിസിക്കൽ സൺസ്ക്രീൻ ആണ് ചൂസ് ചെയ്യുന്നത്. പിന്നെ ഫിസിക്കൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ആ ഒരു മൊമെന്റിൽ തന്നെയാണ് നമുക്ക് സൺറൈസിൽ നിന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടുക. അപ്പൊ തന്നെ നമുക്ക് പുറത്ത് പോവാം. കുറച്ച് സ്റ്റേബിൾ ആണ്, പെട്ടെന്ന് സൺലൈറ്റ് അടിച്ചത് അങ്ങനെ ഡീഗ്രേഡ് ആവാറില്ല. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് ഡാർക്കർ സ്കിൻ ആയിട്ടുള്ളവർക്ക് ഈ വൈറ്റ് കാസ്റ്റ് കുറച്ചുകൂടി എടുത്തറിയും. പക്ഷെ ഇപ്പം പുതിയ ബ്രാൻഡ്സ് ഒക്കെ വരുന്നുണ്ട്, അങ്ങനെ ആ വൈറ്റ് കാസ്റ്റ് ഒന്നും ഫോം ചെയ്യാതിരിക്കാൻ വരുന്ന ചാൻസസ് ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ടുള്ള ഫിസിക്കൽ സൺസ്ക്രീൻസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്സിൽ. പിന്നെ മെയിൻ ആയിട്ടും ഈ ഫിസിക്കൽ സൺസ്ക്രീനിൽ സിങ്ക് ആൻഡ് ടൈറ്റാനിയം ഓക്സൈഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, സിങ്ക് ആൻഡ് ടൈറ്റാനിയം ഓക്സൈഡ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫിസിക്കൽ സൺസ്ക്രീൻ ആണ്. അതുപോലെ
തന്നെ ഫിസിക്കൽ സൺസ്ക്രീൻ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് വളരെ നല്ലതാണ്. അത് ആക്നി പ്രോൺ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ഈ ഫിസിക്കൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഫിസിക്കൽ സൺസ്ക്രീൻ ഭയങ്കരമായിട്ട് വൈറ്റ് കാസ്റ്റ് ഉണ്ടാക്കും, ക്രിക്കറ്റേഴ്സ് ഒക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ വൈറ്റ് കാസ്റ്റ് ഉണ്ടാക്കും എന്ന് പേടിച്ചാലും വാങ്ങിക്കാതൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞു, പുതിയ പുതിയ ബ്രാൻഡ്സ് അത്രയും വലിയ വൈറ്റ് കാസ്റ്റ് ഒന്നും തോന്നിക്കാത്ത രീതിയിലുള്ള ഒരുപാട് ഫിസിക്കൽ സൺസ്ക്രീൻസ് ഇന്ന് അവൈലബിൾ ആണ്. ലൈറ്റ് ആയിട്ടുള്ള വളരെ ലൈറ്റ് ആയിട്ടുള്ള വൈറ്റ് കാസ്റ്റേ ഫോം ചെയ്യൂ. പ്രത്യേകിച്ച് നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുന്നവരാണെങ്കിൽ ആ വൈറ്റ് കാസ്റ്റ് ഒന്നും അറിയത്തോലുമില്ല, കാരണം മേക്കപ്പ് അതിന്റെ പുറത്ത് വരും. അങ്ങനെ പിന്നെ ഇത് വാഷ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ് ഈ മിനറൽ അല്ലെങ്കിൽ ഫിസിക്കൽ സൺസ്ക്രീൻ നമ്മൾ കെമിക്കൽ സൺസ്ക്രീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്നി പ്രോൺ സ്കിന്നൊക്കെ ആയിട്ടുള്ളവരൊക്കെ കൂടുതലും ഈ ഫിസിക്കൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പൊ നമുക്ക് അടുത്ത് കെമിക്കൽ സൺസ്ക്രീനെ പറ്റി നോക്കാം. അപ്പൊ ഫിസിക്കൽ സൺസ്ക്രീൻ സൺലൈറ്റ് റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ കെമിക്കൽ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഈ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യും, ലൈക്ക് എ സ്പോഞ്ച് ഇറ്റ് വിൽ അബ്സോർബ്. എന്നിട്ട് ഇത് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് റിലീസ് ചെയ്യും, നമ്മുടെ സ്കിന്നിൽ നിന്ന് അത് റിലീസ് ചെയ്യും. സ്കിന്നിനുള്ളിലേക്ക് പെൻട്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യത്തില്ല. അതുപോലെ ഇത് വൈറ്റ് കാസ്റ്റ് അങ്ങനെ ഫോം ചെയ്യില്ല. ഈ കെമിക്കൽ സൺസ്ക്രീൻ എന്ന് പറയുന്നത് തിന്നർ ആണ്, നന്നായിട്ട് സ്പ്രെഡ് ആവും, ഡെയിലി വെയറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ കെമിക്കൽ സൺസ്ക്രീൻ. കെമിക്കൽ സൺസ്ക്രീനിൽ കൂടുതലും നല്ല മണമൊക്കെയുള്ള സ്ക്രീമി ടെക്സ്ചേഴ്സ് ഒക്കെ ആയിരിക്കും കൂടുതലും. അപ്പൊ അതൊക്കെ ഈ സെൻസിറ്റീവ് സ്കിന്നിലുള്ള ചിലർക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഫിസിക്കൽ സൺസ്ക്രീൻ അവർ യൂസ് ചെയ്യണം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, കെമിക്കൽ സൺസ്ക്രീനിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും 15 to 30 മിനിറ്റ്സ് മുന്നേ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തിട്ട് അതിനുശേഷം വേണം സൺലൈറ്റിലേക്ക് പുറത്തു പോകാൻ അല്ലെങ്കിൽ എക്സ്പോസ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ളത്. കാരണം ഇത് ആക്ടിവേറ്റ് ആവാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കും. പക്ഷെ ഫിസിക്കലി അങ്ങനെയല്ല, നമ്മൾ ഇട്ട ഉടനെ തന്നെ നമുക്ക് വെയിലത്ത് പോകാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ കെമിക്കൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കണം. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ അത് ഡ്രൈ ആയിട്ട് ഒരു യൂണിഫോം ഫിലിം ആയിട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു 15 to 20 മിനിറ്റ്സ് ടൈം എടുക്കും. അപ്പൊ അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് വേണം നമ്മൾ സണ്ണിൽ എക്സ്പോസ്ഡ് ആവാൻ വേണ്ടിയിട്ട്. അതെല്ലാം നമ്മുടെ ഈ സൺസ്ക്രീൻ കെമിക്കൽ സൺസ്ക്രീനിൽ ലേബിൾ ചെയ്തിട്ടുണ്ടാവും, പ്രത്യേകം നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ അതുപോലെ നമ്മൾ മേക്കപ്പ് ഇടുകയാണെങ്കിലും നമ്മൾ ഒരു 10 to 15 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രൈമർ ഇടുന്നതായിരിക്കും നല്ലത്. അതിപ്പോൾ ഏത് പ്രോഡക്റ്റ് ഇട്ടാലും നമ്മളൊരു 2 to 3 മിനിറ്റ്സ്, ഇപ്പം സിറം ഇട്ട് കഴിഞ്ഞാൽ ഒരു 2 to 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടുത്ത മോയ്സ്ചറൈസർ അങ്ങനെ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അല്ലാതെ എല്ലാം കൂടെ വാരി കുഴച്ചേ പെട്ടെന്ന് ഇടാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ കെമിക്കൽ ഇത് നമ്മൾ പെട്ടെന്ന് 2 hours ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും റീ അപ്ലൈ ചെയ്യാനുള്ള ഒരു ആവശ്യം വരാറുണ്ടാവും. അത് പെട്ടെന്ന് അത് തന്നെ നമുക്ക് പോവും, സ്വെറ്റ് ചെയ്തും ഒക്കെ പോവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് റീ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 hours കഴിയുമ്പോൾ നമ്മൾ റീ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് കെമിക്കൽ സൺസ്ക്രീൻ ആണ്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ന്യൂട്രോജീനയുടെ അൾട്രാ ഷിയർ ഡ്രൈ ടച്ച് എന്ന് പറയുന്ന ഒരു കെമിക്കൽ സൺസ്ക്രീൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇത് കെമിക്കൽ സൺസ്ക്രീൻ ആണ്. കെമിക്കൽ സൺസ്ക്രീനിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ സിങ്ക് ആൻഡ് ടൈറ്റാനിയം ഓക്സൈഡ്സ് ഇല്ല. സിങ്ക് ആൻഡ് ടൈറ്റാനിയം ഓക്സൈഡ്സ് ഉള്ളത് ഫിസിക്കലിനാണ്. കെമിക്കലിൽ വന്നിട്ട് ഓക്സിബെൻസോൺ, പിന്നെ അവോബെൻസോൺ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കെമിക്കൽസ് ആണ് കൂടുതലും ഉള്ളത് കെമിക്കൽ ഇതിന്. ഇത് ഡെയിലി വെയറിനൊക്കെ പറ്റിയ എന്താ പറയാ സൺസ്ക്രീൻ ആണ് കെമിക്കൽ സൺസ്ക്രീൻ. അതുപോലെ തന്നെ നമുക്കൊരു ഡ്യൂയി ലുക്ക് തരത്തില്ലേ, ഡ്യൂ ഫിനിഷ് ഒക്കെ തരുന്നത് ഈ കെമിക്കൽ സൺസ്ക്രീൻ ആണ്. ഫിസിക്കൽ സൺസ്ക്രീൻ കൂടുതലും മാറ്റ് ലുക്ക് ആയിരിക്കും നമുക്ക് തരുന്നത്. ഡ്യൂ ഫിനിഷ് തരുന്നത് ഈ കെമിക്കൽ സൺസ്ക്രീൻ ആണ്. കോമ്പിനേഷൻ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഈ ഫിസിക്കലിന്റെയും കെമിക്കലിന്റെയും കൂടെ മിക്സ്ചർ ആണ്. അപ്പൊ അങ്ങനെയുള്ള സൺസ്ക്രീൻ ആണ്. അപ്പൊ നമ്മുടെ സ്കിന്നെ ടോളറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ കോമ്പിനേഷൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാനാണ് റിസർച്ചേഴ്സ് ഒക്കെ പറയുന്നത്. നമുക്ക് സ്കിന്നിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, കാരണം എന്ന് വെച്ചാൽ ഒരു ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് പ്രൊട്ടക്ഷൻ നമ്മുടെ സ്കിന്നിന് കിട്ടും. ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ഇതുണ്ടല്ലോ. അപ്പം കുറെ റേസ് ഒക്കെ റിഫ്ലക്ട് ആവും, കുറെയൊക്കെ അബ്സോർബ് ചെയ്തിട്ട് ഹീറ്റ് ആയിട്ട് റിലീസിങ് ചെയ്യും. അപ്പൊ ആ ഒരു 2 പ്രോസസ്സും നമ്മുടെ സ്കിന്നിൽ നടക്കും. അപ്പൊ ഞാൻ കുറെ ഇങ്ങനെ വായിച്ചപ്പോൾ കണ്ടത് റിസർച്ചേഴ്സ് ഒക്കെ പറയുന്നത് കോമ്പിനേഷൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാവും ബെറ്റർ എന്ന്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കെമിക്കൽ, ഫിസിക്കൽ ആൻഡ് കോമ്പിനേഷൻ സൺസ്ക്രീൻസിന്റെ കുറെ എക്സാംസ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് റെഫർ ചെയ്യുക. അടുത്തതെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് എങ്ങനെ സൺസ്ക്രീൻ ചൂസ് ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾ മാർക്കറ്റിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ക്രീമിന്റെ ടെക്സ്ചറിൽ ഇതുപോലെ ട്യൂബിൽ കിട്ടുന്ന ക്രീമിന്റെ ടെക്സ്ചറിലുള്ള സൺസ്ക്രീൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മിസ്റ്റ് സ്പ്രേ ആയിട്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും.
ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ പിന്നെ വീണ്ടും റീഅപ്ലൈ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ എന്താ വീണ്ടും ക്രീമായിട്ട് അപ്ലൈ ചെയ്താൽ മേക്കപ്പ് കൊള്ളോ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ സ്പ്രേ ഉണ്ട്, സ്പ്രേ അല്ലെങ്കിൽ ഫേസ് മിസ്റ്റ് പോലുള്ള സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ളത് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ജെൽ ഫോമിലുള്ള സൺസ്ക്രീൻസ് ഉണ്ട്, പിന്നെ പൗഡർ ഫോമിലുള്ള സൺസ്ക്രീൻസ് ഉണ്ട്. നമ്മുടെ കോമ്പാക്ട് പൗഡേഴ്സിലൊക്കെ ചില SPF മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതായത് ഫൗണ്ടേഷനിലൊക്കെ SPF ഉണ്ട്. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കോമ്പാക്റ്റിലും ഫൗണ്ടേഷൻസിലും എല്ലാം SPF ഫാക്ടർ ചിലതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് അല്ലാതൊരു സൺസ്ക്രീൻ ഇടുന്നത് തന്നെയാണ് നല്ലത്. അപ്പം സ്കിൻ കെയർ റൊട്ടീനിലൊക്കെ ഞാനത് പറയുന്നുണ്ട്, ആ ഒരു ലെയറിങ് എങ്ങനെയാണെന്ന്. തിന്നസ്റ്റ് തിക്കർ ലെയറാണ് നമ്മൾ ഇടുന്നത്. മോയ്സ്ചറൈസർ കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഇടുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യുന്നതിനാണെങ്കിൽ പ്രൈമർ ഇടുക, അങ്ങനെ പിന്നെ ബാക്കിയുള്ള ഫൗണ്ടേഷൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ്. അപ്പൊ അതൊക്കെയാണ് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ള. മിസ്റ്റ് ഉണ്ട്, സ്പ്രേ, ജെല്ല്, ക്രീം, അങ്ങനെയുള്ള ലോഷൻസ്, അങ്ങനെയുള്ള രീതിയിലാണ് നമുക്ക് സൺസ്ക്രീൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അടുത്തത് നമുക്ക് ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ അനുസരിച്ച് സൺസ്ക്രീൻ ചൂസ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് SPF ഉണ്ട്, PA എന്ന് പറയുന്ന ടേംസ് ഒക്കെ ഉണ്ട്. SPF എന്ന് പറയുന്നത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ, PA എന്ന് പറയുന്നത് ഫോട്ടോ ഏജിങ് ആണ്. അപ്പൊ നിങ്ങളിത് ഈ സൺസ്ക്രീനിൽ നോക്കിയാൽ മതി, ഇതിലുണ്ട് SPF 50 എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അതുപോലെ PA++, 3+, അതെല്ലാം നമ്മുടെ ആ ഒരു ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ കാണിക്കുന്നതാണ്. അപ്പൊ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ ഈ SPF റേറ്റിംഗ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് UVB റേസ് ചെയ്യുന്നുള്ള ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ PA++ റേറ്റിംഗ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് UVA റേസ് ചെയ്യുന്നുള്ള പ്രൊട്ടക്ഷൻ ആണ്, ലെവൽ ഓഫ് പ്രൊട്ടക്ഷൻ ആണ്. അപ്പൊ ഈ SPF അതായത് സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ സൺസ്ക്രീൻ ഇടാത്ത സിറ്റുവേഷനിൽ നിന്ന് എത്ര മടങ്ങ് പ്രൊട്ടക്ഷൻ നമ്മൾ സൺസ്ക്രീൻ ഇടുമ്പോൾ കിട്ടുന്നു എന്നുള്ളതാണ് മെൻഷൻ ചെയ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടോ, ഇതിൽ SPF 50 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, 50+. അപ്പൊ അതാണ് SPF റേറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ ഞാൻ സൺസ്ക്രീൻ ഇടാതെ 10 മിനിറ്റ് വെയിലത്ത് നിൽക്കുക എന്ന് വിചാരിച്ചു, സൺസ്ക്രീൻ ഒന്നും ഇട്ടില്ല. അപ്പൊ 10 മിനിറ്റ് വെയിലത്ത് നിന്നപ്പോൾ എനിക്ക് സൺബേൺ ഉണ്ടായി, 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ സൺബേൺ ഉണ്ടായി. ഇനി ഞാൻ ഈ SPF 50 ഉള്ള സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് വെയിലത്ത് പോയി നിൽക്കുകയാണെങ്കിൽ എനിക്ക് നേരത്തെ കാട്ടി 50 മടങ്ങ് കൂടുതൽ നേരം എനിക്ക് നിൽക്കാൻ പറ്റും. അതായത് 10x50 ആ ഒരു ടൈം 500 മിനിറ്റ്സോളം നിൽക്കാൻ പറ്റും. എക്സാമ്പിൾ ആണ് കേട്ടോ പറയുന്നത്. 50 മടങ്ങ് പ്രൊട്ടക്ഷൻ കിട്ടും, സൺസ്ക്രീൻ ഇടാതെ നിൽക്കുന്നതിനെക്കാട്ടി 50 മടങ്ങ് പ്രൊട്ടക്ഷൻ കിട്ടും. അതാണ് തിയററ്റിക്കലി ഈ SPF എന്താന്ന് ഉദ്ദേശിക്കുന്നത്. PA സ്കെയിലാണ്, അതായത് ഫോട്ടോ ഏജിങ് ആണ്. ഈ PAയുടെ കൂടെ പ്ലസ് സൈൻസ് കാണും. നിങ്ങൾക്ക് ഈ ട്യൂബിൽ തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും. 3+ ഉണ്ട്, അതുപോലെ 1+ ഉള്ളതുണ്ട്, 2+ ഉള്ളതുണ്ട്, 4+ ഉള്ളതുണ്ട്. അപ്പൊ എത്രത്തോളം ആ പ്ലസ് സൈൻ ഇൻക്രീസ് ആവുമോ അത്രത്തോളം ആ ലെവൽ ഓഫ് പ്രൊട്ടക്ഷനും ഇൻക്രീസ് ആവും. അതാണ് ഫോട്ടോ ഏജിങ് അല്ലെങ്കിൽ PA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മള് ലോജിക്കലി ഇനി എങ്ങനെ സൺസ്ക്രീൻ ചൂസ് ചെയ്യാന്ന് നോക്കാം. ഇപ്പൊ ഒരു സ്പോർട്സ് പേഴ്സൺ ഒക്കെ ആണെങ്കിൽ അവർ കൂടുതലും സണ്ണിൽ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്, പുറത്തായിരിക്കും അവർ, ഔട്ട്ഡോറിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർ കൂടുതൽ SPF ഉള്ള സൺസ്ക്രീൻ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ PA ഉള്ള PA+++, ഒരു 4+ ഒക്കെ വരുന്ന ടൈപ്പ് ഉള്ള സൺസ്ക്രീൻ ഒക്കെ ചൂസ് ചെയ്യുക. പിന്നെ ഇൻസൈഡ് ആണെങ്കിൽ ഓഫീസ് അങ്ങനെയൊക്കെ ഇൻസൈഡ് ഏരിയാസിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അധികം സൺലൈറ്റിൽ എക്സ്പോസ്ഡ് ആവാത്തവർ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ മിനിമം ഒരു 30 SPF തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതിയാവും. 30 SPF, അതിൽ 2 PA+, അല്ലെങ്കിൽ ഒരു 3 PA++, അങ്ങനെ വരുന്ന ടൈപ്പ് സൺസ്ക്രീൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് ചൂസ് ചെയ്താൽ മതിയാവും. അല്ലാതെ ഇപ്പൊ ഭയങ്കര 50++ SPF ഒരുപാട് PA ഉള്ളതൊന്നും ഈ വീട്ടിനകത്ത് ഇരിക്കുന്നവരും ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു മീഡിയം 50. ഇപ്പൊ ഞാൻ തന്നെ ജസ്റ്റ് SPF 50, പിന്നെ 3 PA+ വരുന്നതാണ്, 4 PA++ വരുന്നത്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ, കെമിക്കൽ, നമ്മുടെ സ്കിൻ അനുസരിച്ച്, സ്കിൻ ടോൺ അനുസരിച്ചിട്ട് കുറച്ച് ഫെയർ ആയിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ ഫിസിക്കലിൽ പോവാം. സ്കിൻ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ ഫിസിക്കൽ സൺസ്ക്രീൻ ചൂസ് ചെയ്യാം, അങ്ങനെ പോയാൽ മതി. പിന്നെ അതുപോലെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ടും കൂടുതൽ ഇത്തിരി തിക്കർ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫോർഹെഡിലും നോസിലും നമ്മുടെ ചീക്സിലും ആണ്. നമ്മുടെ ഫേസിൽ കുറച്ച് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഏരിയാസിൽ വേണം നമ്മൾ കുറച്ച് തിക്കറായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ലിപ്സിലും SPF അടങ്ങിയ ലിപ് ബാം വേണം യൂസ് ചെയ്യാൻ. SPF ഫാക്ടർ അടങ്ങിയിട്ടുള്ള ഒരുപാട് ലിപ് ബാംസ് ഇന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സൺഗ്ലാസസ്, നമ്മൾ പലരും വിചാരിക്കും സ്റ്റൈലിലാണ് സൺഗ്ലാസസ് ഒക്കെ എല്ലാവരും വെക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സ്റ്റൈൽ ഫാക്ടറും കൂടി ഉണ്ടെങ്കിലും നമ്മുടെ നമ്മുടെ കണ്ണും ഈ എന്താ പറയുക സൺ റേസിന്റെ ഇത് കാരണം എഫക്റ്റ് ആവുന്നതാണ്. നമുക്ക് ഈ തിമിരം പോലുള്ളതൊക്കെ ചിലപ്പോൾ നേരത്തെ വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പം നമ്മൾ സൺഗ്ലാസ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്.
അതുപോലെ തന്നെ UV റേസ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത് 12 to 4 PM വരെയുള്ള ടൈമിലാണ്. അപ്പോൾ ആ ടൈമിൽ നിങ്ങൾ പുറത്ത് ഒക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ മാക്സിമം സൺസ്ക്രീൻ SPF ഒക്കെ കൂടുതലുള്ളതും PA പ്രൊട്ടക്ഷൻ ഉള്ളതൊക്കെ ഇട്ടിട്ട് പോവുക. കാരണം സൺസ്ക്രീൻ നമ്മൾ ഇടാതെ ഒരുപാട് നേരം സണ്ണിൽ എക്സ്പോസ്ഡ് ആയാൽ നമുക്ക്, ഞാൻ പറഞ്ഞു, സൺബേൺ, സ്കിൻ ക്യാൻസർ, മെലനോമ പോലുള്ള സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മൾ എവറി 2 hours അപ്ലൈ ചെയ്താൽ നല്ലതായിരിക്കും. അതിന് ഈസി ആയിട്ട് നമുക്ക് സ്പ്രേ യൂസ് ചെയ്യാം. സ്പ്രേ ഉള്ളത് നമുക്ക് സ്പ്രേ ചെയ്താൽ മതിയാവും. ഇപ്പം മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിലും ഇപ്പോൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവരെയും ധൃതിയിലാണെങ്കിൽ ജസ്റ്റ് സ്മോൾ സ്പ്രേ ബോട്ടിൽസിൽ കിട്ടും. അപ്പോൾ അത് നമുക്ക് സ്പ്രേ ചെയ്താൽ മതിയാവും. ഈ ക്രീമായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ. അതുപോലെ തന്നെ നമുക്ക് ഹാക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്കിൻ ടോൺ നമുക്ക് അറിയാമല്ലോ. നമ്മൾ പെട്ടെന്ന് ടാൻ ആവുന്ന കൂട്ടത്തിലാണെങ്കിൽ നമ്മൾ PA റേറ്റിംഗ് കൂടുതലുള്ള സൺസ്ക്രീൻ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ റെഡ്നെസ് ഉണ്ടാവും, സൺബേൺ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക SPF റേറ്റിംഗ് കൂടുതലുള്ളത് ചൂസ് ചെയ്യുക. പിന്നെ പലരും എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് മേക്കപ്പ് റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് സൺസ്ക്രീൻ ഇടുക. ഞാൻ എൻ്റെ സ്കിൻ കെയർ വീഡിയോസിലും ബിഗിനർ റൊട്ടീനിലും എല്ലാം മേക്കപ്പ് എങ്ങനെയാണ് ഒരു ബിഗിനർ ചെയ്യേണ്ടുള്ളത് എന്നുള്ള വീഡിയോയിലെല്ലാം ഞാനത് ആ ഒരു ലെയറിങ് എങ്ങനെയാണെന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ മോയ്സ്ചറൈസർ കഴിഞ്ഞിട്ട് നമുക്ക് സൺസ്ക്രീൻ ഇടാം, അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൈമർ, മേക്കപ്പ്, അങ്ങനെ. അല്ലാതെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ടാണോ ചേച്ചി സൺസ്ക്രീൻ ഇടുന്നതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞിട്ടല്ല സൺസ്ക്രീൻ ഇടുന്നത്. മേക്കപ്പ് ഇടുന്നത്, അതായത് പ്രൈമർ ഇടുന്നതിന് മുന്നേ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടുള്ളത്. അങ്ങനെയൊക്കെ കുറച്ച് ഡൗട്ട്സ് വന്നിട്ടുണ്ട്. അപ്പം അത് സ്കിൻ കെയറിന്റെ ഒക്കെ ഞാൻ ലിങ്ക് ഐ ബട്ടണിൽ ഇവിടെ കൊടുക്കാം, അത് നോക്കിയാൽ മതി. അപ്പോൾ ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുക. സണ്ണിന്റെ എഫക്റ്റ് ആണ് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും. അപ്പം മിനിമം ഒരു 3 liters വെള്ളമെങ്കിലും ഡെയിലി നിങ്ങൾ കുടിക്കുക. അതൊക്കെ ഇനി ഞാൻ കുറച്ച് ഫിസിക്കൽ സൺസ്ക്രീനിന്റെയും കെമിക്കൽ സൺസ്ക്രീനിന്റെയും അതുപോലെ തന്നെ കോമ്പിനേഷൻ സൺസ്ക്രീനിന്റെ ഒക്കെ എക്സാമ്പിൾസ് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് കാണിക്കാം. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് ഫിസിക്കലും കെമിക്കൽ സൺസ്ക്രീനും കോമ്പിനേഷൻ സൺസ്ക്രീനും ഒക്കെയാണ്. ഇതുകൂടാതെ തന്നെ സ്പ്രേ ടൈപ്പും സ്റ്റിക്ക് ടൈപ്പും ലോഷൻ ടൈപ്പായിട്ടുള്ള സൺസ്ക്രീൻസിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കെമിക്കലും ഫിസിക്കലും കോമ്പിനേഷൻ സൺസ്ക്രീൻ കൂടാതെ കിഡ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീനും കൂടി ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കണം. നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുക്കണം. ഞാനും കുറേ സീരിയസ് ആയിട്ട് ഇത് കുറേ റിസർച്ചും ഇതൊക്കെ നടത്തിയിട്ട് ഞാൻ അവതരിപ്പിച്ചതാണ് നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ നിങ്ങളിത് നിങ്ങൾ സ്നേഹിക്കുന്നവർക്കും നിങ്ങൾ കെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ഫ്രം ശ്രുതി.